ഹിമാചലിൽ മേഘവിസ്ഫോടനത്തിൽ നിരവധി പേരെ കാണാതായി. 2 പേർ മരിച്ചതായി റിപ്പോർട്ട്. വിശദാംശങ്ങളുമായി സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്നും. സിബി, എപ്പോഴായിരുന്നു ഇത്തരത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായത്? ഇപ്പോഴും പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണോ? സിദ്ധൂരി, ഇന്നിപ്പോൾ രാവിലെയോടെ, അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. പ്രത്യേകിച്ച് 2 ഇടങ്ങളിലായി പല പല സമയത്ത് ഒന്നിലധികം മേഘവിസ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും നിരവധി പേരെ കാണാതായിട്ടുണ്ട്. 10ഓളം പേരെ കാണാതായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 പേർ മരിച്ചതായുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. 2 ജില്ലകളിൽ കുളു, കാഗ്ര, ഈ 2 ജില്ലകളിലാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. കുളുവിൽ സൈഞ്ച് താഴ്വരയിലായിരുന്നു മേഘവിസ്ഫോടനം. അവിടെ വനപ്രദേശങ്ങളിലെല്ലാം നിലയും വളരെ വലിയ രീതിയിൽ വെള്ളം മുങ്ങുകയും പെട്ടെന്ന് ഈ മേഘവിസ്ഫോടനത്തെ തുടർന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുകയും നിരവധി വാഹനങ്ങൾ ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടാക്കി. നിരവധി റോഡുകളും പാലങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് സമീപത്തുള്ള എല്ലാ നദികളിലെയും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ നിരവധി ഇടങ്ങൾ ഹിമാചലിലെ കസൂറിലും മണാലി, ബെഞ്ചാർ പ്രദേശങ്ങളിലെല്ലാം തന്നെയും വെള്ളപ്പൊക്കം വലിയ നാശം വിതച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഖനിയാരയിലെ മനുനി ഖാദിലെ ധർമ്മശാലയ്ക്ക് സമീപം നിരവധി തൊഴിലാളികൾ ഒഴുക്കിൽ പെട്ടുപോയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മണാലി, ബഞ്ചർ മേഖലയിലും മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ചു എന്നും റിപ്പോർട്ടുകൾ വരുന്നു. എന്നാലും വലിയ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. എത്ര പേർ ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴും കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ല. മാത്രമല്ല, ഇപ്പോഴും തുടർച്ചയായ കനത്ത മഴയും മേഘവിസ്ഫോടനം എല്ലാം നിലയും ഒന്നിലധികം പ്രദേശങ്ങളിൽ ഒന്നിലധികം തവണ ഉണ്ടാകുന്ന നിലയും വളരെ വലിയ രീതിയിൽ ഇതിന്റെ ദുരന്തം എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പുറത്തുവരുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് നിരവധി വാഹനങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന ദൃശ്യങ്ങളെല്ലാം നിലയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ വെള്ളം കയറിയ ഭാഗങ്ങളിലെല്ലാം ആളുകൾ മാറ്റാനുള്ള പ്രവർത്തനം ആരംഭിച്ചതായി കുളു അഡീഷണൽ ഡിസ്ട്രിക്ട് കമ്മീഷണർ അടക്കമെല്ലാം തന്നെയും അറിയിച്ചിട്ടുണ്ട്. പലയിടത്തും, പ്രത്യേകിച്ച് ബ്രഹ്മഗംഗയിലും മണികരൺ വാലിയിലെ പ്രദേശമെല്ലാം തന്നെയും വെള്ളം ഉയർന്നോടെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രകൃതി ദുരന്തമാണ് കുളു ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. കുളു ജില്ലയിൽ മാത്രം ഒഴുക്കിൽപ്പെട്ട് 3 പേരെ കാണാതായി എന്നുള്ള വിവരവും പുറത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ മിന്നൽ പ്രളയത്തിലും അതോടൊപ്പം തന്നെ പിന്നീടുണ്ടായ വലിയ മഴയിലും വെള്ളപ്പൊക്കത്തിലെല്ലാം നിലയും നിരവധി വീടുകളും സ്കൂൾ കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും അടക്കം തകർന്നുവെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കുളുവിൽ കാറുകളും ട്രക്കുകളും ഉൾപ്പെടെ ഒഴുക്കിപ്പെടുത്തു പോകുന്ന നിരവധി ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. ആൾനാശം എത്രത്തോളം എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. നിലവിൽ 2 പേർ മരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. നിരവധി പേരെ കാണാതായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശരി, വ്യക്തമാണ് സി ജോസഫ്. കുളു, കാംഗ്ര ജില്ലകളിലാണ് പ്രധാനമായും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട്. നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. 2 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വരും സമയങ്ങളിലാണ് കൂടുതൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. റോഡുകൾക്കും പാലങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് നമുക്ക് ഈ നിമിഷം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സി ജോസഫാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.